നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA ഒരു പ്രതിനിധി സംഘം CIA മേധാവിയുടെ നേതൃത്വത്തിൽ മേധാവി ജോൺ റാഡ്ക്ലിഫിൻ്റെ നേതൃത്വത്തിൽ ക്യൂബൻ സന്ദർശിച്ച് ക്യൂബൻ ഭരണകൂടവുമായി അല്ലെങ്കിൽ ക്യൂബൻ ഭരണകൂടത്തിൻ്റെ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരിക്കുകയാണ്. ഈ വിവരം CIA തന്നെയാണ് അവരുടെ എക്സ് ഹാൻഡിലിലൂടെ പുറത്തുവിട്ടത്. CIA സംഘം, അതായത് CIA മേധാവി ജോൺ റാഡ്ക്ലിഫിൻ്റെ ഫോട്ടോ മാത്രമാണ് നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ CIA പുറത്തുവിട്ടിരിക്കുന്നത്. ബാക്കി ഉള്ള CIA ഏജൻറ്റുമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ ഫോട്ടോ മറച്ച നിലയിലാണ്. ഇവർ ക്യൂബൻ സംഘവുമായി ക്യൂബയുടെ ഇൻ്റലിജൻസ് മേധാവി റോമിറോ കാർബെല്ലോയുടെ നേതൃത്വത്തിലുള്ള ക്യൂബൻ സംഘവുമായി ഇരുന്ന് ചർച്ച നടത്തുന്ന ഫോട്ടോഗ്രാഫുകളാണ് ഇപ്പോൾ CIA തങ്ങളുടെ സമൂഹ മാധ്യമ ഹാൻഡിലുകളിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. അമേരിക്കൻ സംഘവും ക്യൂബൻ സംഘവും ചർച്ച നടത്തുന്നു, പ്രത്യേകിച്ചും ഇൻ്റലിജൻസ് വിഭാഗങ്ങൾ തമ്മിൽ ചർച്ച നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു വലിയ വാർത്താ പ്രാധാന്യമുണ്ട്. ഈ വാർത്താ പ്രാധാന്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അമേരിക്കയും ഈ CIAയും തമ്മിൽ വർഷങ്ങളായി ശത്രു രാജ്യങ്ങളാണ്. ക്യൂബയെ നശിപ്പിക്കാനാണ് എപ്പോഴും അമേരിക്ക ശ്രമിക്കുന്നത്. അതിൻ്റെ കാരണം ക്യൂബ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോഴിതാ ക്യൂബയെ അങ്ങേയറ്റം ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം. ക്യൂബൻ ജനതയെ യാതൊരു ദയവുമില്ലാതെ അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അമേരിക്ക യുദ്ധം ചെയ്യുന്നത് ഇറാനെതിരെയാണ്. ഇറാനിൽ വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണങ്ങളും ബോംബാക്രമണങ്ങളും ഒക്കെ നടത്തുന്നു. സ്കൂളുകളും ആശുപത്രികളും മറ്റ് കെട്ടിടങ്ങളും എല്ലാം തകർത്ത് തരിപ്പണമാകുന്നു. ഇറാൻ്റെ ജനത അമേരിക്കയുടെ ഈ ആക്രമണത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, ഇറാനെ ഇപ്പോൾ സാമ്പത്തികമായി അമേരിക്ക ഞെരുക്കിക്കൊണ്ടിരിക്കുകയുമാണ്. ഇതിൻ്റെ എല്ലാം പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്നത് അവിടുത്തെ ജനതയാണ്. പക്ഷേ ഇറാനെ മാത്രമല്ല, വളരെ രഹസ്യമായി ക്യൂബയെയും അമേരിക്ക ഈ രീതിയിൽ ഞെക്കിക്കൊന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇറാനിലെ യുദ്ധം ഉടൻ അവസാനിക്കും. ആ യുദ്ധം അവസാനിപ്പിച്ച് ഇറാനെ ഒറ്റ ദിവസം കൊണ്ട് തീർത്ത് കെട്ടിയതിന് ശേഷം അവിടെ നിന്നും അമേരിക്കൻ സൈന്യം അമേരിക്കയിലേക്ക് മടങ്ങും. അങ്ങനെ മടങ്ങുന്ന സമയത്ത് സൈന്യത്തിന് മറ്റൊരു സ്റ്റോപ്പ് കൂടിയുണ്ട്. ആ സ്റ്റോപ്പ് ക്യൂബയാണ്. അവിടെ ഇറങ്ങി ഏതാനും മണിക്കൂറുകളുടെ സൈനിക നടപടിയിലൂടെ ക്യൂബൻ സർക്കാരിനെയും ഇല്ലാതാക്കി ക്യൂബയെ നമ്മൾ പിടിച്ചെടുക്കുകയും ചെയ്യും എന്നാണ് അമേരിക്കൻ ഭരണകൂടം പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ തോന്നുന്ന രാജ്യങ്ങളെല്ലാം പിടിച്ചെടുക്കാൻ ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപിന് ആരാണ് അധികാരം കൊടുത്തത് എന്ന ചോദ്യം തീർച്ചയായും അവിടെ ഉയർന്നേക്കാം. പക്ഷേ വലിയ രീതിയിലുള്ള അന്യായമാണ് ക്യൂബൻ ജനതയോട് അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ കാട്ടുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ക്യൂബ അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായി മാറുന്നുവെന്നും അമേരിക്കയ്ക്കെതിരായിട്ടുള്ള ഭീകര നീക്കങ്ങളെ ക്യൂബ പിന്തുണയ്ക്കുന്നു എന്നുമൊക്കെയാണ് അമേരിക്ക പറയുന്നത്. തീർച്ചയായും അക്ഷരാർത്ഥത്തിൽ ഈ വാദങ്ങൾ, ഈ ആരോപണങ്ങൾ പെരും നുണയാണ്. ഒരു കാരണവശാലും ക്യൂബയ്ക്ക് അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാകാനൊന്നും കഴിയില്ല. ക്യൂബ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. അമേരിക്കയെ ശക്തമായി എതിർക്കുന്ന രാജ്യമായിരിക്കാം. അമേരിക്ക പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാത്ത രാജ്യമായിരിക്കാം. അമേരിക്കയോട് സഹകരിക്കാത്ത രാജ്യമായിരിക്കാം. അതല്ലാതെ ക്യൂബ ഒരു കാരണവശാലും അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒരു രാജ്യമേ അല്ല. പക്ഷേ അങ്ങനെ ആരോപിച്ചുകൊണ്ട്, നട്ടാൽ കുരുക്കാത്ത നുണ ആരോപിച്ചുകൊണ്ട്, ഇതെന്തോ വെള്ളരിക്ക പട്ടണം പോലെ അമേരിക്ക ഇതാ ക്യൂബയ്ക്കെതിരെ കനത്ത ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൈനിക നടപടി അല്ല എന്ന് മാത്രമേ ഉള്ളൂ. ക്യൂബയ്ക്കെതിരായിട്ടുള്ള ഈ ആക്രമണം അമേരിക്ക തുടങ്ങിയത് വെനസ്വേലൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് രാഖിരാമാനം കിടപ്പുമുറിയിൽ നിന്നും തൂക്കിയെടുത്ത് ന്യൂയോർക്കിലേക്ക് കൊണ്ടുവന്ന ഒരു ഓപ്പറേഷൻ ഉണ്ടല്ലോ, ആ ഓപ്പറേഷന് ശേഷമാണ് ക്യൂബയെ അമേരിക്ക ഞെക്കി പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം ഒരു പരിധിവരെ ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തന്നെയാണ്. ക്യൂബ ഒരു ദരിദ്ര രാജ്യമാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ക്യൂബ വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന രാജ്യമാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വെറുപ്പ് സമ്പാദിച്ചതുകൊണ്ട് അവർ ശക്തമായ ഉപരോധം എല്ലാ കാലത്തും ക്യൂബയ്ക്കെതിരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഉപരോധത്തിൽപ്പെട്ട് ക്യൂബൻ ജനത വല്ലാതെ വലയുകയാണ്. ഇങ്ങനെയുള്ള രാജ്യത്തെയാണ് പിണറായി വിജയൻ ഈ കോവിഡിനെതിരെ വാക്സിൻ വികസിപ്പിച്ച രാജ്യം, ധാരാളം ഡോക്ടർമാരുള്ള രാജ്യം, ഈ വൈദ്യ ചികിത്സാ രംഗത്ത് ലോകത്തിലെ നമ്പർ 1 ആണ്. അതുകൊണ്ട് ഈ കോവിഡ് കേരളത്തിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ ക്യൂബയുമായി സഹകരിച്ച് വാക്സിൻ ഉണ്ടാക്കി കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കളയും എന്നൊക്കെയാണ് കേരളത്തിലെ പിണറായി വിജയൻ പറഞ്ഞത്. ആ വാക്സിൻ എവിടെ പോയി എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പിണറായി വിജയനെ കസേരയിലില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെയുള്ള ഊതിപ്പെരിപ്പിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ, കേരളത്തിലെ സഖാക്കളുടെ ഇടയിലുമൊക്കെ വളരെ മധുര മനോജ്ഞമായ ഒരു രാജ്യമാണ് ഈ ക്യൂബ. പക്ഷേ അങ്ങനെയൊന്നുമല്ല യാഥാർത്ഥ്യങ്ങൾ. ക്യൂബൻ ജനത വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ക്യൂബൻ ജനതയുടെ ഒരു വൈദ്യുതി ഉൽപ്പാദനം, അവരുടെ ഊർജ്ജ സ്രോതസ്സ് എന്ന് പറയുന്നത് പെട്രോളിയമാണ്. പെട്രോളും ഡീസലും ഗ്യാസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള വൈദ്യുതി ഉണ്ടാക്കുന്നത്. ഈ വൈദ്യുതിയുടെ ഈ സൂര്യപ്രകാശം പോലെയുള്ള മറ്റ് സോഴ്സുകൾ അത് വളരെ കുറവ് മാത്രമാണ്.
ആ ഒരു സാഹചര്യത്തിൽ അത് വളരെ നന്നായി അറിയാവുന്ന അമേരിക്ക വെനസ്വേല പിടിച്ചെടുത്തതിന് ശേഷം ക്യൂബയ്ക്കുള്ള ഓയിൽ സപ്ലൈ നിർത്തിവെച്ചിരിക്കുകയാണ്. അതായത് ക്യൂബ ഓയിൽ വാങ്ങുന്നത് പ്രധാനമായും വെനസ്വേലയിൽ നിന്നാണ്. വെനസ്വേലയിലും ഈ പറയുന്ന ഒരു പ്രത്യയശാസ്ത്രമുള്ള ഒരു സർക്കാരാണല്ലോ ഉണ്ടായിരുന്നത്. അവർ ക്യൂബയ്ക്ക് വളരെ തുച്ഛമായ വിലയ്ക്ക് അവർക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിൽ നൽകുമായിരുന്നു. പകരം വെനസ്വേലയ്ക്ക് വേണ്ടത് അവിടെ പഠിപ്പുള്ള ഡോക്ടർമാരും നഴ്സുമാരും ഒന്നുമില്ല. അത് ഈ വെനസ്വേലയ്ക്ക് ഈ ക്യൂബ നൽകും. മാത്രമല്ല അല്ലറ ചില്ലറ സഹായങ്ങൾ, വല്ല മരിച്ചിനിക്കിഴങ്ങോ അല്ലെങ്കിൽ ചക്കയോ മാങ്ങയോ ഒക്കെ നൽകുമായിരിക്കാം. അതിലപ്പുറം വലിയ വിലയൊന്നും ക്യൂബ ഈ പെട്രോളിയത്തിന്, വെനസ്വേലയിൽ നിന്ന് വാങ്ങുന്ന പെട്രോളിയത്തിന് കൊടുക്കാറില്ല. ഇവർ തുച്ഛമായ വിലയ്ക്ക് അവിടെ നിന്നും പെട്രോളിയം വാങ്ങിയാണ് രാജ്യം നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെയുള്ള ഈ ക്യൂബയുടെ ഈ പറയുന്ന വീക്ക്നെസ്സിലാണ് ഇപ്പോൾ അമേരിക്ക പിടിച്ചിരിക്കുന്നത്. വെനസ്വേല അമേരിക്ക ആദ്യം പിടിച്ചെടുക്കുന്നു. വെനസ്വേല ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ്. ആ എണ്ണയുടെ നിയന്ത്രണം ഇപ്പോൾ അമേരിക്കയുടെ കയ്യിലാണ്. അവർ ഫ്യുവൽ ബ്ലോക്കേഡ് ഈ ക്യൂബയ്ക്കെതിരെ നടത്തിയിരിക്കുന്നു. ഇപ്പോൾ ഒരു തുള്ളി എണ്ണ വെനസ്വേലയിൽ നിന്നും ക്യൂബയിലേക്ക് പോകുന്നില്ല. ക്യൂബ കയ്യും കാലും ഇട്ടടിക്കുകയാണ്. ക്യൂബ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് റഷ്യയുമായി ചില ധാരണകൾ ഉണ്ടാക്കി. റഷ്യയും ക്യൂബയുടെ ഒരു സൗഹൃദ രാജ്യമാണല്ലോ. 1-2 കണ്ടെയ്നറുകൾ റഷ്യ ക്യൂബയ്ക്ക് കൊടുക്കും. വലിയ വില കൊടുത്ത് എണ്ണ വാങ്ങാനുള്ള കരുത്തും ഈ ക്യൂബയ്ക്കില്ല. അതുകൊണ്ട് തന്നെ 1-2 കണ്ടെയ്നർ കൊടുക്കുകയും അത് വന്നപാടെ തീരുകയും ഒക്കെ ചെയ്യുകയാണ് പതിവ്. പക്ഷേ ക്യൂബയുടെ ഏറ്റവും വലിയ പിടിവള്ളി ഈ അവസരത്തിലും എന്നത് 40% ക്രൂഡ് ഓയിൽ, അവർക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിൻ്റെ 40% അവർ സ്വന്തം രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് ഖനനം എടുക്കാനുള്ള സൗകര്യങ്ങൾക്കെതിരെയും ഇപ്പോൾ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്യൂബ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ക്യൂബ എന്ന രാജ്യത്തിൻ്റെ ഏതാണ്ട് 65% വരുന്ന ആ മേഖല ഇപ്പോൾ ഇരുട്ടിലാണ്. അവിടെ വൈദ്യുതിയില്ല. ജനങ്ങൾ വലിയ കഷ്ടപ്പാടിലാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുമ്പോഴാണ് കീഴടങ്ങൂ എന്ന് അമേരിക്ക പറയുന്നത്. അമേരിക്കയുടെ ആവശ്യം അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ ഇല്ലാതാക്കുക. ഫിഡൽ കാസ്ട്രോയുടെ സഹോദരനുണ്ട്, അയാളെ കുറ്റവിചാരണ ചെയ്ത് വധിച്ചു കളയുക അല്ലെങ്കിൽ ശിക്ഷ നൽകുക. ഇതൊക്കെയാണ് അമേരിക്ക ഉന്നയിക്കുന്ന വിചിത്രമായ ന്യായം. പകരം അവിടെ ഒരു അമേരിക്കൻ പാവ സർക്കാരിനെ സ്ഥാപിക്കുക. അത് ചെയ്യുന്നതുവരെ അമേരിക്ക ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപ് വളരെ ക്രൂരമായ നടപടിയാണ് ഇപ്പോൾ ക്യൂബയ്ക്കെതിരെ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ഇരുട്ടിലായി കഴിഞ്ഞു. അവർക്ക് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതായി. ഈ സാഹചര്യത്തിലും അമേരിക്ക ഒരു $100 ബില്യൺ സഹായം ഈ ക്യൂബൻ ജനതയ്ക്ക് ഇപ്പോൾ അനുവദിച്ചു. അമേരിക്കയുടെ മാർക്കോ റൂബിയാണ് കഴിഞ്ഞ ദിവസം $100 ബില്യൺ സഹായം ക്യൂബയ്ക്ക് നൽകിയത്. ആ സഹായം ക്യൂബയുടെ സർക്കാരിനല്ല നൽകിയത്, അവിടുത്തെ കാത്തലിക് ചർച്ചിനാണ് നൽകിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം ക്രൂരത. ക്രിസ്ത്യാനികളെ മാത്രം സംരക്ഷിച്ചാൽ മതി, കമ്മ്യൂണിസ്റ്റുകൾ അവിടെ തുലഞ്ഞു പോട്ടെ എന്ന ഒരു ക്രൂരതയാണ് ഇപ്പോൾ അമേരിക്ക ഈ പറയുന്ന ക്യൂബ എന്ന രാജ്യത്തിനെതിരെ നടത്തുന്നത്. അവർ കയ്യും കാലും ഇട്ട് അടിക്കുകയാണ്. എന്തെങ്കിലും തന്നേ പറ്റൂ, ഈ $100 ബില്യൺ നമുക്ക് വേണ്ട, ആ എണ്ണ ബ്ലോക്കേഡ് ഒന്ന് അവസാനിപ്പിക്കൂ എന്ന് ക്യൂബയുടെ ഭരണകൂടം അമേരിക്കയോട് കാല് പിടിച്ച് കെഞ്ചുകയാണ്. പക്ഷെ അമേരിക്ക അത് കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇറാനിലെ യുദ്ധം അവസാനിപ്പിച്ച് തിരികെ വരുമ്പോൾ സൈനിക നടപടി ഉണ്ടാകുമെന്ന ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു. ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണല്ലോ ക്യൂബ. അമേരിക്ക ഇത്രയും നിഷ്ഠൂരം, ഇത്രയും ക്രൂരത ആ രാജ്യത്തോട് കാട്ടിയിട്ടും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ കേരളത്തിലെ എവിടെയെങ്കിലും ക്യൂബൻ ഐക്യദാർഢ്യ പ്രകടനം നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. പലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനം നമ്മൾ കണ്ടു, ഹമാസിനെ അനുകൂലിച്ച് പ്രകടനം നമ്മൾ കണ്ടതാണ്. മാത്രമല്ല ഇറാനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങൾ നമ്മൾ കണ്ടു. എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ക്യൂബയെ ഇത്രയധികം അമേരിക്ക ഞെക്കിപ്പിഴിഞ്ഞിട്ടും അവരെ ഇല്ലായ്മ ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരു ക്യൂബൻ ഐക്യദാർഢ്യ സമ്മേളനവും റാലിയും ഒക്കെ നടക്കാത്തത് എന്ന് ആശ്ചര്യം തോന്നുന്നില്ലേ?